പാലക്കാട് ആസ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീ പോളി പടമാണ്, സെക്രട്ടറി ഡേവിസ് പിള്ളാരൻ, കമ്മിറ്റി അംഗങ്ങൾ, കാസ് മെമ്പേഴ്സ്, കാസ് ഫാമിലി അംഗങ്ങൾ, എല്ലാവർക്കും 78ാമത് സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. ഈ സുദിനം അതിൻ്റേതായുള്ള മഹത്വം കിട്ടണമെങ്കിൽ നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടിത്തന്ന ചില മഹാവ്യക്തികളെ കൂടി സ്മരിക്കണം. നിങ്ങൾക്കറിയാമായിരിക്കും, 1857 ആദ്യത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം തുടങ്ങിയത്. അത് തുടങ്ങി 1947 വരെ 90 വർഷം കൊണ്ട് 8 ലക്ഷത്തോളം സ്വാതന്ത്ര്യ സേനാനികളാണ് വീരമൃത്യു വരിച്ചത്. അതിനൊക്കെ നേതൃത്വം നൽകിയ നിരവധി നേതാക്കന്മാർ നിങ്ങളൊക്കെ സ്കൂളുകളിൽ പഠിച്ചു കാണും. നമ്മുടെ കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേലുത്തമ്പി ദളവ, കുഞ്ഞാലി മരക്കാർ, പഴശ്ശിരാജ, വീരപാണ്ഡ്യകട്ടബൊമ്മൻ, ഹൈദരലി, ടിപ്പു സുൽത്താൻ, റാണി ലക്ഷ്മിബായി, ബാലഗംഗാധര തിലക്, ഗോപാലകൃഷ്ണ ഗോഖലെ, അപ്പുറത്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാത്മാഗാന്ധി, സർദാർ വല്ലഭായ് പട്ടേൽ, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, അങ്ങനെ നിരവധി നേതാക്കളുടെ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം. അതിൽ ചിലരൊക്കെ, പ്രത്യേകിച്ചും ഈ ബാലഗംഗാധര തിലക്, അദ്ദേഹം പറഞ്ഞൊരു വാചകം, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് കിട്ടിയേ തീരൂ എന്നായിരുന്നു അദ്ദേഹം ഇംഗ്ലീഷുകാരോട് പ്രഖ്യാപിച്ചത്. 21 വയസ്സിൽ ഇംഗ്ലീഷുകാരുടെ കഴുമരത്തിൽ തൂക്കിലേറ്റപ്പെട്ടവനാണ് ഭഗത് സിംഗ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ട് അവരെ സ്മരിക്കാതെ നമുക്കെന്ത് ആഘോഷം? അതുപോലെ തന്നെ ഇന്ന് ഈ സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിന് വേണ്ടി ഇന്ന് ഏകദേശം ഒരു 18 ലക്ഷത്തോളം സൈനികരും അർദ്ധസൈനികരും ഇന്ന് നമ്മുടെ നാടിൻ്റെ വിവിധ അതിർത്തികളിൽ 24 മണിക്കൂറും ജാഗരൂകരാണ്. ഒരു 13.5 ലക്ഷം ആർമിക്കാർ, 1.5 ലക്ഷം എയർഫോഴ്സുകാർ, 1 ലക്ഷം നേവിക്കാർ, 2 ലക്ഷത്തിലധികം അർദ്ധസൈനികർ. അവരെല്ലാം സേവനം ചെയ്യുന്നത് അവരെ മാതാപിതാക്കളെ ഉപേക്ഷിച്ച്, അവരുടെ ഭാര്യയും കുട്ടികളെ ഉപേക്ഷിച്ച്, അവരുടെ സഹോദരന്മാരെ ഉപേക്ഷിച്ച് അവർ ആ ചെയ്യുന്ന സേവനം നമ്മൾ എപ്പോഴും നന്ദിയോടെ സ്മരിക്കണം. പ്രത്യേകിച്ചും അവരിൽ പലരും 16,500 അടി ഉയരത്തിൽ മഞ്ഞ് മലയിൽ 24 മണിക്കൂറും ജാഗരൂകരാണ്. അത് സിയാച്ചിലായാലും, കാർഗിലായാലും, ലഡാക്കിലായാലും, കുപ്വാരയിലായാലും അവിടെയെല്ലാം വെച്ചിട്ട് ഞാൻ ഇതിനിടയിൽ എൻ്റെ 21 വർഷത്തെ സേവനത്തിനുള്ളിൽ ഞാൻ ഒരു വർഷം 12,500 അടി ഉയരത്തിലുള്ള ഒരു സ്ഥലത്ത് ജോലി ചെയ്തിരുന്നു. മറ്റുള്ളവരൊക്കെ 16,500 ഞാൻ പറയണത് കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്ന് 12,500 അടി ഉയരത്തിൽ. അവിടെ ആവശ്യത്തിന് ഓക്സിജൻ ഇല്ല. അവിടെ ജോലി ചെയ്യലല്ല അവിടുത്തെ മെയിൻ ജോലി, അവിടെ ജീവിച്ചിരിക്കുക എന്നുള്ളതാണ്, നമ്മുടെ ജീവൻ നിലനിർത്തുക. കാരണം ഒരു 50 അടി നടന്നു കഴിഞ്ഞാൽ ശ്വാസം മുട്ടാണ് ചെയ്യുന്നത്. കൊടും തണുപ്പ്, ഡിസംബർ തുടങ്ങി ഏപ്രിൽ വരെ വെള്ളമില്ല, ഐസ് കോരിയിട്ട് അത് രാത്രി തീ കൊടുത്ത് അത് തിളപ്പിച്ച് പിറ്റേ ദിവസം രാവിലെ വെള്ളമാകുന്നു. ഒരു ആഹാരവും ഫ്രഷായിട്ട് കിട്ടില്ല, എല്ലാം ടിൻഡ് ഫുഡ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഈ സ്വാതന്ത്ര്യം ഇന്ന് നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സൈനികരുടെ സേവനം. പക്ഷെ നിർഭാഗ്യവശാലെന്ന് പറയട്ടെ, കേരളത്തിൽ സൈനികരും വിമുക്ത സൈനികരും ഒരു അവഗണന നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ പറയാം. അത് പൊതുവിലുള്ള ഒരു അഭിപ്രായം കൂടിയാണ്. ഒരുപക്ഷെ അതിന് കാരണം നമ്മൾ യുദ്ധഭൂമിയിൽ നിന്നും അതിർത്തിയിൽ നിന്നും ഒരുപാട് ദൂരത്തിലായതുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണയായിരിക്കാം. പക്ഷേ ഇന്നത്തെ മോഡേൺ ടെക്നോളജിയിൽ 4,000 കിലോമീറ്റർ അപ്പുറത്ത് കാശ്മീരിൽ നിന്ന്, അല്ലെങ്കിൽ അവിടെ നിന്ന് അപ്പുറത്ത് കറാച്ചിയിൽ നിന്ന് ഒരു പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് അത് ഇവിടെ കൊച്ചിയിലെത്താനായിട്ട് അധികം സമയമൊന്നും വേണ്ട. അത്രമാത്രം നമ്മുടെ ടെക്നോളജി അഡ്വാൻസ് ചെയ്തു.
മറ്റൊന്ന് കാര്യം, ഈ സ്വാതന്ത്ര്യ സമരത്തിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാനായിട്ട് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. രണ്ട് ഫ്രഞ്ച് റൈറ്റേഴ്സ് എഴുതിയ ബുക്കാണത്. ലാറി കൊളിൻസും ഡൊമിനിക് ലാപ്പിയർ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഫ്രഞ്ച് റൈറ്റേഴ്സ്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടോ അല്ലെങ്കിൽ വിവാഹ സമ്മാനമായിട്ടോ അല്ലെങ്കിൽ അതിന് ഉന്നത വിജയം നേടിയതിനുള്ള സമ്മാനമായിട്ടോ കൊടുക്കുമ്പോൾ ഒരിക്കലെങ്കിലും ഈ ബുക്ക് വാങ്ങിച്ച് അവർക്ക് കൊടുക്കാം. അവരും അറിയട്ടെ എങ്ങനെയാണ് ഇന്ത്യ സ്വതന്ത്രമായി എന്നുള്ളത്. ഒരു 800 പേജുള്ള ബുക്കാണത്. ഞാനത് ബുക്ക് പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. 83-ലാണ് ആദ്യമായിട്ട് വായിച്ചത്. വളരെ നമ്മുടെ ആ ബുക്ക് വായിക്കുമ്പോൾ നമ്മുടെ രോഗകൂപങ്ങളൊക്കെ എഴുന്നേൽക്കും. ആ രീതിയിലുള്ളതാണ് ആ ബുക്കിനകത്ത് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഒരിക്കലും നിങ്ങൾ അതിൻ്റെ മലയാള വിവർത്തനം വായിക്കരുത്. മലയാളത്തിൽ ആ ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്, സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ സ്പിരിറ്റ് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇന്ന് ഈ കൊടി ഉയർത്തിയപ്പോൾ എൻ്റെ മനസ്സിലൊരു ഞാനൊരു 34 വർഷത്തേക്ക് പുറകിലേക്ക് പോയി. അന്ന് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. സത്യത്തിൽ എൻ്റെ കാരിയറിൽ എനിക്ക് ആദ്യമായിട്ടും അവസാനമായിട്ടും കിട്ടിയ ഒരു വാണി ലെറ്ററിനെ കുറിച്ചാണ് ഞാൻ ഓർമ്മ വന്നത്. അത് ഞങ്ങൾ എന്നും ഞങ്ങൾ എയർഫോഴ്സ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ എല്ലായിടത്തും 7:30 തുടങ്ങി 1:30 വരെയാണ്. 1:30 കഴിഞ്ഞാൽ സ്റ്റേഷൻ ഓഫാണ്. പക്ഷേ 1:30 കഴിഞ്ഞിട്ട് ചില സ്കെൽട്ടൺ സ്റ്റാഫ് ഉണ്ടായിരിക്കും, എമർജൻസി സ്റ്റാഫ്. അത് നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഇരിക്കുന്ന റാങ്ക് ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർ എന്നുള്ള റാങ്ക് തുടങ്ങി മേലേക്കുള്ള ആൾക്കാർ ആരെങ്കിലും ഒരാൾ ഒരു ഡ്യൂട്ടി ഓഫീസറായിട്ട് ഇരിക്കും. കമാൻഡിങ് ഓഫീസർക്ക് പകരമാണ്. പക്ഷേ അയാളുടെ പവറൊന്നുമില്ല. അത്യാവശ്യ കാര്യങ്ങൾ എന്തെങ്കിലും ആർക്കും എമർജൻസി ലീവ് പോകണോ അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ എമർജൻസി വന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ കൂട്ടത്തിൽ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് കൊടി താഴ്ത്തണം, പിറ്റേ ദിവസം സൂര്യൻ ഉദിക്കുന്ന സമയത്ത് കൊടി പൊക്കണം എന്നും അതും ഈ ഡ്യൂട്ടി ഓഫീസറുടെ കടമയാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ 2-3 മാസത്തിനുമ്പോഴാണ് ഇങ്ങനെ ഡ്യൂട്ടി വരാം. ഞാൻ ഒരു ഡ്യൂട്ടി ചെയ്ത് രാവിലെ കൊടി ഉയർത്താനായിട്ട്, അപ്പോൾ സാധാരണ നമ്മുടെ കൂടെ ഒരു 3 ഗാർഡ് ഉണ്ടാകും. അവർ തോക്കും പിടിച്ച് അവർ ജനറൽ സല്യൂട്ട് ചെയ്യാനായിട്ട് അവരുണ്ടായിരിക്കും തോക്ക് പിടിച്ച്. ഞങ്ങൾ കൊടി ഉയർത്താനായിട്ട് ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ആ സമയത്ത് കൊടി ഉയർത്താൻ നോക്കിയപ്പോൾ ഇതിൻ്റെ കെട്ടഴിഞ്ഞു പോയി. അങ്ങനെ ഞാൻ ആ ഒരു ഗാർഡിനോട് പറഞ്ഞത് കെട്ടാൻ പറഞ്ഞ് കെട്ടി കൊടി ഉയർത്തി ഇപ്പോൾ ഞാൻ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ പോയി. ഒരു 10 മണിക്ക് എൻ്റെ കമാൻഡോ ഓഫീസറെ വിളിച്ചു, ആളെ കാണണമെന്ന് പറഞ്ഞിട്ട്. കാര്യം അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഈ കൊടി തലകീഴായിട്ട് മറിഞ്ഞാണ് വരുന്നത്. ആ കെട്ടിപ്പോൾ അത് തെറ്റായിട്ട് കെട്ടി. എപ്പോഴും നമ്മുടെ കൊടി, അതായത് ഫ്ലാഗിൻ്റെ ടോപ്പ് സാഫ്രോൺ കളറായിരിക്കണം, താഴെ ഗ്രീൻ കളറായിരിക്കണം. നേരെ തിരിച്ചു മറിച്ച് ചെയ്യുന്നത് നമ്മുടെ കൊടിയോട് ചെയ്യുന്ന ഒരു അനാദരവാണ്. ഇനി ഇങ്ങനെ അനാദരവ് കാണിച്ചാൽ അതിന് ഇന്നിപ്പോൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ അതിന് ശിക്ഷയുണ്ട്. 1971 പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു ദി നാഷണൽ ഹോണർ ആക്ട് 1971 പ്രകാരം 3 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റമാണ്. അത് കൊടിയെ ഏതെങ്കിലും തരത്തിൽ അനാദരവ് കാണിക്കുക കൊടിയോട് പബ്ലിക് പ്ലേസിൽ വെച്ചിട്ടുണ്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ കത്തിച്ച് കളഞ്ഞാൽ അത് ആരും ചോദിക്കാനില്ല. പബ്ലിക് പ്ലേസിൽ വെച്ച് കൊടിയിലെ ചവിട്ട, കൊടി ഇതുപോലെ തലകീഴായിട്ട് മറച്ച് വയ്ക്കുക, അതല്ലെങ്കിൽ എന്തെങ്കിലും അതിനെ അപകീർത്തിപ്പെടുത്താം. ഇത് എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ സ്വാതന്ത്ര്യം ഇന്ന് സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിക്കാനുള്ളതാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇത് ഉപയോഗമാണോ നടക്കുന്നത്, ഇത് ദുരുപയോഗം നടക്കുന്നത്. ഇന്ന് എല്ലാ രംഗങ്ങളിലും സ്വാതന്ത്ര്യത്തിനെ ദുരുപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ചിലപ്പോഴൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ചിന്തിക്കാറുണ്ട്, നമ്മുടെ ഇന്ത്യ 1947 ഓഗസ്റ്റ് 15 നമ്മൾ സ്വതന്ത്രമായി. അന്ന് ഇവിടുത്തെ സ്വത്തുക്കളെല്ലാം ബ്രിട്ടീഷുകാർ ലൂട്ട് ചെയ്ത് കൊണ്ടുപോയി. അതേ കാലഘട്ടത്തിലാണ്, അതായത് 1939 കഴിഞ്ഞ് 1945 വരെയുള്ള 2ാം ലോകമഹായുദ്ധത്തിൽ ജപ്പാൻ തകർത്തണിഞ്ഞു. ജപ്പാൻ അന്ന് വളരെ വികസിത രാജ്യമായിരുന്നു. പക്ഷേ അമേരിക്ക എല്ലാ തരത്തിലും അവർ തകർത്തു. ലാസ്റ്റ് ജപ്പാൻ്റെ
ശവമഞ്ചത്തിൽ അല്ല അവസാനത്തെ ആണി എന്നോണം അവർ ഹിറോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വിട്ടു. അത്ര തകർന്നരിപ്പണമായ സാമ്പത്തികമെല്ലാം. പക്ഷേ എന്നിട്ട് ഒരു 10, 15, 20 വർഷം കൊണ്ട് ജപ്പാൻ അതിനേക്കാളും പൂർവാധികം ഉയർച്ച പ്രാപിച്ചു. അവർ 1965 അവർ വീണ്ടും പൂർവ്വസ്ഥിതിയിൽ വന്നു. നമ്മളും അതേ കാലഘട്ടത്തിൽ വന്നവരാണ്. എന്നിട്ട് നമ്മളിപ്പോഴും ആ പഴയ അവിടെ തന്നെ നിൽക്കുന്നത്. ശങ്കരൻ ഇപ്പോഴും തെങ്ങുമാനെ എന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ എവിടെ നിൽക്കണം അവിടെ തന്നെ നിൽക്കണം. ഇതിന് കാരണം ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്ന് ചോദ്യം വരുമായിരുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എന്ത് മാജിക്കാണ് ജപ്പാനിൽ നടന്നത്? സത്യത്തിൽ അതിനുള്ള ഉത്തരം ഞാൻ ആരും പറഞ്ഞു തരാതെ ആരോടും ചോദിക്കാതെ ഞാൻ ജപ്പാനിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം ഞാനൊരു ദുബായിൽ നിന്ന് 6 ദിവസത്തെ ഒരു ലീവിലാണ് അവിടെ പോയത്. ടോക്കിയോയിലാണ് ആദ്യം ഇറങ്ങിയത്. അപ്പോൾ എൻ്റെ പ്ലാൻ, ഞാൻ സാധാരണ എവിടെ പോകുമ്പോഴും ആദ്യം വരുന്ന വർക്കൗട്ട് ചെയ്യും. പോകുന്നതിന് മുൻപ് അത് എവിടെ ഇറങ്ങണം, അത് എവിടെ താമസിക്കണം, എന്തെല്ലാം ചെയ്യണം ഓരോ ദിവസങ്ങളിൽ എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് 3 ദിവസമാണ് ഞാൻ ടോക്കിയോയിൽ താമസിക്കണം വിചാരിച്ചത്. അപ്പോൾ 4ാമത്തെ ദിവസം രാവിലെ ഹിറോഷിമയിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടെയാണല്ലോ ആറ്റം ബോംബ് ഇട്ടത് ആദ്യമായിട്ട്. അപ്പോൾ ഈ ടോക്കിയോന്ന് 900 കിലോമീറ്റർ ഉണ്ട് ഹിറോഷിമയിലേക്ക്. പക്ഷേ 4.5 മണിക്കൂർ എടുക്കുള്ളൂ കേട്ടോ. ഇവിടുന്ന് 500 കിലോമീറ്റർ ബാംഗ്ലൂരോ മദ്രാസിൽ പോകണമെങ്കിൽ 12 മണിക്കൂർ എടുക്കും. അവിടെ 900 കിലോമീറ്റർ പോകാനായിട്ട് 4 മണിക്കൂർ എടുക്കുള്ളൂ, കാരണം ബുള്ളറ്റ് ട്രെയിൻ സൗകര്യമുള്ളതുകൊണ്ട്. പക്ഷെ അന്ന് രാത്രി, 3ാമത്തെ ദിവസം രാത്രി ഞാൻ ടി വിയിൽ ന്യൂസ് കണ്ടു. പിറ്റേ ദിവസം ജപ്പാനിൽ പ്രൊട്ടസ്റ്റ് ഡേ ആണ്. പ്രൊട്ടസ്റ്റ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ബന്ദ് അല്ലെങ്കിൽ കേരളത്തിലെ ഹർത്താൽ ഇതുപോലെയുള്ള എന്തെങ്കിലും കലാമേള. അപ്പോൾ ഞാൻ വിചാരിച്ചു ദിവസം പോയില്ല, എൻ്റെ പരിപാടി ആകെ അപ്സെറ്റ് ആവും. ഞാൻ അവിടെ ഇരുന്ന ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് പെണ്ണിനോട് പറഞ്ഞു, ഇതിപ്പോൾ പ്രശ്നമായില്ല, എനിക്ക് നാളെ പോകാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, കാരണം നാളെ ആക്ച്വലി ഈ ആർ ലക്കി, നാളെ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ഡേ ആയിരിക്കും എന്ന് പറഞ്ഞു. സത്യത്തിൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് റോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച് കളഞ്ഞു. കാരണം ആളുകളെല്ലാം തിരക്കിലാണ്. ആ ഫാക്ടറിയിൽ പോകാനായിട്ട്, ഓഫീസിൽ പോകാനായിട്ട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകാനായിട്ട്, വ്യാപാര സ്ഥാപനങ്ങളിൽ പോകാനായിട്ട് എല്ലാവരും ഓട്ടത്തിലാണ്. ആയിക്കൂടി കണ്ട ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മാസ്ക് ധരിച്ചിരുന്നു. ഒരു പ്രൊട്ടസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എല്ലാവരും അവരുടെ യൂണിഫോം, അവരുടെ ഡ്രസ്സിന്മേ ഒരു കറുത്ത ബാഡ്ജ് കുത്തിയിരുന്നു. ആ ഒരൊറ്റ വ്യത്യാസം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ഇനി ആലോചിച്ച് തിരിച്ച് ഇന്ത്യയിലേക്ക് വന്ന് വയ്ക്കാൻ, ഇവിടെ ഭാരത് ബന്ദ് നടന്നാൽ, ഇവിടെ കേരളത്തിൽ ഹർത്താൽ നടന്നാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു 5 ബസ് തന്നെയെങ്കിലും മിനിമം കത്തിക്കും, ഒരു 50 ബസ് തന്നെയെങ്കിലും പൊളിക്കും, ഡാമേജ് ആക്കും. ഒരാളെയും ജോലി സ്ഥലത്ത് പോകാൻ സമ്മതിക്കില്ല, ഒരു കച്ചവട സ്ഥാപനം തുറക്കില്ല. ഇനി ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ അത്യാവശ്യമായിട്ട് ആസ്പത്രിയിൽ കൊണ്ടുപോകാൻ പോലും ഇവർ സമ്മതിക്കില്ല. നമ്മളിത് മാറിയേ പറ്റൂ. നമ്മൾ ഈ സ്വാതന്ത്ര്യം പറഞ്ഞ് അതിനെ ദുരുപയോഗം ചെയ്ത് ഈ നാടിനെ കുട്ടിച്ചോറാക്കാനായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ഒരു കളിപ്പാവയായിട്ട് നമ്മൾ മാറരുത്. നമ്മൾ ഉയർത്തി നിൽക്കണം. സമയം വൈകുന്നു അല്ലേ? ഒരു വാക്കുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അതായത്, നമ്മൾ ഉയർത്തിയ കൊടിക്ക് ഒരു കഥയുണ്ട്. ഈ കൊടി ആദ്യമായിട്ട് ഇതിനെ ഡിസൈൻ ചെയ്തത് 1921-ലാണ്. 1919-ലാണ് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചു വന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അന്നത്തെ ഒരു യുവ നേതാവിനോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പേര് വെങ്കയ്യ എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹത്തിനോട് പറഞ്ഞു, നമുക്ക് ഇതുപോലെ നമ്മുടെ പ്രസ്ഥാനത്തിന് ഒരു കൊടി വേണം. അങ്ങനെ അദ്ദേഹം ഒരു കൊടി രൂപകൽപ്പന ചെയ്തു. അതിൽ 2 കളറായിരുന്നു, ചുവപ്പ് കളറും പച്ച കളറും. ചുവപ്പ് കളറ് ഹിന്ദുവിനും പച്ച കളറ് മുസ്ലിമിനും പ്രതിദാനം ചെയ്തുകൊണ്ടായിരുന്നു. അത് ഗാന്ധിജി സമ്മതിച്ചില്ല. മറ്റുള്ള ന്യൂനപക്ഷങ്ങളെ അവഗണിച്ചുകൊണ്ട് നമുക്ക് മതപരമായിട്ട് ഒരു കൊടി വേണ്ട എന്നുള്ള തീരുമാനമെടുത്തു. അങ്ങനെ വീണ്ടും വേറൊന്ന് ഡിസൈൻ ചെയ്തു. അപ്പോൾ വന്നപ്പോഴാണ് ഈ സാഫ്രോൺ, വെള്ള, ഗ്രീൻ കളറിൽ ഒരു കൊടി രൂപകൽപ്പന ചെയ്തത്. എന്നിട്ട് ഇതിൻ്റെ നടുവിൽ, വെള്ളയുടെ നടുവിൽ ഒരു ചക്രം ചർക്ക ആണ് ഉണ്ടായിരുന്നത്. അതാണ് കോൺഗ്രസ് പ്രസ്ഥാനം. അതായത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രയത്നിച്ച ഒരു പ്രസ്ഥാനമാണല്ലോ കോൺഗ്രസ് പ്രസ്ഥാനം. അവർ ആ കൊടി 1947 വരെ ആ കൊടി ഉപയോഗിച്ചു. അതിനുശേഷം ഉപയോഗിക്കുന്നു. പക്ഷെ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ മറ്റൊരു കൊടി വേണമെന്നുള്ള ആവശ്യം വന്നു. അപ്പോൾ അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി നമ്മുടെ കൊടിയിൽ. അതായത്
സാഫ്രോൺ കളറ്, വെള്ള കളറ്, ഗ്രീൻ കളറ്. നടുവിൽ വെള്ളയുടെ നടുവിൽ ഈ ചക്കയ്ക്ക് പകരം അത് അശോകചക്രമാക്കി മാറ്റി. ഇനി എന്താണ് ഈ കൊടിയുടെ ഈ കളറിൻ്റെ ഒക്കെ അർത്ഥം? സാഫ്രോൺ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ട്രെങ്ത്തിനെ സൂചിപ്പിക്കുന്നതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി, സ്ട്രെങ്ത് ആൻഡ് ബ്രേവറിയാണ്. വെള്ള സമാധാനത്തിന് വേണ്ടിയിട്ടാണ്, പീസ് ആൻഡ് പ്യൂരിറ്റി. ഗ്രീൻ എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോസ്പെരിറ്റി ആൻഡ് ഗ്രോത്ത്, നമ്മുടെ വളർച്ച, അഭിവൃദ്ധി. ഇനി ഈ ചക്രം ശരിക്ക് ഹിന്ദു ധർമ്മത്തിൽ നിന്ന് എടുത്തതാണ്. അശോകൻ്റെ കാലത്തുള്ള ഈ അശോകചക്രം ഉപയോഗിച്ചത് അത് അതിൻ്റെ നിങ്ങൾ എണ്ണീറ്റുണ്ടോ? അതിൻ്റെ പല്ല് എത്രയുണ്ടെന്നുള്ളത്? 24 പല്ലുണ്ട് അതിന്. ചക്രത്തിന് 24 പല്ലുണ്ട്. എന്താണ് ഈ പല്ലിൻ്റെ ഉദ്ദേശം? 24 ഒരു മനുഷ്യന് വേണ്ടുന്ന ക്വാളിറ്റീസ് ഹിന്ദു ധർമ്മത്തിൽ പറയണത്, ഒരു മനുഷ്യന് 24 ഗുണങ്ങൾ വേണമെന്നാണ് പറയണത്. ആ 24 ഗുണങ്ങളെ കാണിക്കുന്നതാണ് ഈ പല്ലുകൾ. അപ്പോൾ ഞാൻ നിർമ്മിച്ചു പോകുന്നില്ല. എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യത്തിൻ്റെ ആശംസകൾ നടന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.